നീ അങ്ങോട്ട് നോക്കി. ഞങ്ങളെ കണ്ടു പഠിക്കണം. ഒരു മിനിറ്റ്. എന്താ ഏട്ടാ പഠിക്കേണ്ട? തിരഞ്ഞെടുപ്പിന്റെ ജനവിധി വരും മുൻപേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ പിടിവലി മുറുകുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കായി ആദ്യം ശബ്ദമുയർത്തിയത് കെ സുധാകരൻ. കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്. എടോ മേന്നെ, എന്നെ താഴെ ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി. എന്തായി പറയുന്നേ? സുധാകരന്റെ പോസ്റ്റിന് താഴെ വ്യാപക കമന്റുമായി സതീശൻ പക്ഷത്തുള്ള നേതാക്കൾ രംഗത്ത് വന്നു. കമന്റുകൾ അനിയന്ത്രിതമായതോടെ സുധാകരൻ ഒടുവിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടിയും വന്നു. ഒന്നും പറയണ്ട, സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം. താൻ ഒന്നോർത്തോ, തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതെടുത്ത് പ്രയോഗിക്കാൻ പോവുക. മുഖ്യമന്ത്രി പദത്തിനായുള്ള കോൺഗ്രസിനുള്ളിലെ പിടിവലി പരിധി വിടുകയാണോ? തെരഞ്ഞെടുപ്പ് ഫലം വന്ന് വെറും 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു മുന്നണിയാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതൊരു പോരായ്മ തന്നെയാണ്. 5 മിനിറ്റ് പോട്ടെ, ഈ പറഞ്ഞ ഒരു 5 ദിവസം ഉണ്ടായാൽ പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ UDF-നകത്ത് ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്തുക എന്നത് സാധ്യമാകില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഏറ്റവും കൗതുകമുള്ള രസകരമായ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ ഇങ്ങനെ പരസ്യമായി ഇത്തരത്തിൽ ചർച്ചകൾ വരുന്നത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കെ സുധാകരനെ പല ഘട്ടങ്ങളിലും പിന്തുണച്ച അണികൾ ഈ ഒരു പോസ്റ്റിന്റെ പേരിൽ കെ സുധാകരനെതിരെ തിരിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കെ സുധാകരൻ ഇപ്പോൾ ഉടനെ പെട്ടെന്ന് കളം മാറി ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലിന് വേണ്ടി രംഗത്ത് വരുന്നത്. പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? VD സതീശനെ ഒതുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നത് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരാകെ പറയുന്നത്. അല്ലെങ്കിൽ നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പറഞ്ഞ കെ സുധാകരൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലിലേക്ക് ചർച്ചകൾ പോകുമ്പോൾ ഉടൻ അങ്ങോട്ട് പിന്തുണ നൽകുന്നത് ഈ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ആ ഒരു സമീപനമാണ്. എങ്ങനെയും VD സതീശനെ ഒതുക്കുക എന്നുള്ളതാണ് കെ സുധാകരന്റെ രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തൊമ്മൻ ചാക്കോ ാണ്. പക്ഷെ കോൺഗ്രസിനകത്ത് ഈ പറയുന്നത് പോലെ ചില നേതാക്കൾക്കിടയിലെങ്കിലും ഇങ്ങനെ ഒരു നീക്കത്തിന്റെ സൂചനകൾ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒരു ചർച്ച തന്നെയായിരുന്നു കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാറ്റും, മുഖ്യമന്ത്രിയായി എത്തിയേക്കും, ഏറ്റവും സുരക്ഷിതമായ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു സീറ്റിൽ കെ.സി. വേണുഗോപാലിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം എന്നൊക്കെ തരത്തിൽ ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. മേനോൻ സാറിന് തന്നെ വേണം, അതൊഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും അംഗീകരിക്കാം. പക്ഷേ മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും തയ്യാറില്ല. ഓക്കെ, മെയ് 4 വരെ കാത്തിരിക്കാൻ വയ്യ, അത് വിട്, അതെന്താവട്ടെ. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ആവാൻ ആരാണ് കൂടുതൽ യോഗ്യനെന്ന് നോക്കാം. 1 VD സതീശൻ, 2 കെ.സി. വേണുഗോപാൽ, പിന്നെ രമേശ് ചെന്നിത്തല. അപ്പോൾ ഇവരിൽ ആരാണ് ഏറ്റവും യോഗ്യനെന്ന് നിങ്ങൾ പറ. ഇനി ഇവരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരാണെന്ന് നിങ്ങൾ പറ. ഇനി നിങ്ങൾ പറയുന്നതിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്ക് മെയ് 4-ന് ശേഷം അറിയാൻ പറ്റും. അപ്പോൾ ആരാണോ കറക്റ്റ് പറയുന്നത് അവർക്ക് നല്ലൊരു പ്രൈസുമായിട്ട് ഞാൻ വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇനി ഇവിടെ നിൽക്കണ്ട, പോകാം. അയ്യേ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യാക്ക.